മകം, പൂരം, ഉത്രം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അവിട്ടം, ചതയം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഏപ്രിൽ മാസം 23-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില സുപ്രധാനമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. കാരണം ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ 8 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര ഗൗരവമേറിയ ഒരു സമയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഗ്രഹങ്ങളുടെ സ്ഥാനവും നക്ഷത്രങ്ങളുടെ സ്വാധീനവും ദിവസത്തിൻ്റെ തത്വവും ഒന്നു ചേരുമ്പോൾ ഈ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച എന്ന ദിവസം തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരിലും ഒരു പ്രത്യേക ഊർജം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇനി ഇതിലെല്ലാം ഉപരിയായി ഈ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച ഗ്രഹങ്ങളിൽ പ്രധാനിയായ ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയും ചന്ദ്രൻ്റെ രാശിമാറ്റം മുൻപ് പറഞ്ഞ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അവിട്ടം, ചതയം എന്നീ 8 നക്ഷത്രത്തിൽ പിറന്ന ആളുകളുടെ ജീവിതത്തിലും നിലവിൽ നിങ്ങളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല ജീവിതത്തിൽ ഒന്നിനെപ്പറ്റിയും ഒരു വ്യക്തതയില്ലാതെ ഇനി മുന്നോട്ട് എന്താകും എന്നുള്ളതിനെപ്പറ്റി ഉത്തരമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത്. എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില സുപ്രധാന കാര്യങ്ങൾ ഫലപ്രകാരം വളരെ വ്യക്തവും നിങ്ങളോട് പറയാതിരിക്കുവാൻ കഴിയാത്തവയുമാണ്. അപ്രകാരം നോക്കുമ്പോൾ ചന്ദ്രൻ്റെ രാശിമാറ്റം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ചന്ദ്രൻ്റെ രാശിമാറ്റം കൊണ്ട് ഈ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ജീവിതത്തിലേക്ക് ഒട്ടനവധി ദുരിതപൂർണമായ സാഹചര്യങ്ങൾ കടന്നു വരികയും ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം കാണുവാനായി വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. മാത്രമല്ല നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക വഴി പോലുമില്ലാതെ വല്ലാതെ മാനസികമായി തകർന്നിരിക്കുകയാണ്. അതായത് ഒരു വിധത്തിലും ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ നിങ്ങളെ കൊണ്ട് മറികടക്കുവാൻ കഴിയുന്നില്ല. ഇനി കടബാധ്യതകൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പുറമെ തന്നെ നിങ്ങളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കുന്ന മറ്റു ചില കാര്യങ്ങളും ഏതൊക്കെയോ ചിങ്ങം രാശിക്കാരെ ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ജീവിതത്തിലെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുവാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ചന്ദ്രൻ്റെ രാശിമാറ്റം വളരെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വഴി തുറക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. അതായത് ഈ അധ്യായം കാണുന്ന സമയത്ത് വരെ നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയും
ജീവിതത്തോടുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുകയാണ്. ഏറ്റവും പ്രധാനമായി മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെ വലിയ ഒരു നേട്ടം അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഇതിൽ തന്നെ ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കുറച്ച് നാളുകളായി നിങ്ങളുടെ കൈകളിലേക്ക് വരാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു തുകയ്ക്ക് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ശമ്പളമോ പെൻഷൻ തുകയോ ബോണസുകളോ എന്തുമാകാം. എന്തുതന്നെയായിരുന്നാലും അത്തരത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരേണ്ടതായിരുന്നിട്ടും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകൾ നിങ്ങളിലേക്ക് അന്നേ ദിവസം വന്നു ചേരുമെന്ന കാര്യം അച്ചിട്ടാണ്. ഇനി അതുമാത്രമല്ല, ചില ചിങ്ങം രാശിക്കാർ ജീവിതത്തിലെ എന്തൊക്കെയോ ആവശ്യങ്ങൾ നടത്തിയെടുക്കുവാനായി ഒരു തുകയ്ക്ക് വേണ്ടി ഏതൊക്കെയോ സ്രോതസ്സുകളിലായി അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു കാര്യത്തിലും പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് കുറച്ച് നാളുകളായി നിങ്ങൾ നേരിട്ടിരുന്നത്. എന്നാൽ ചന്ദ്രൻ്റെ രാശിമാറ്റം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ എന്തോ ഒരു വലിയ ആവശ്യം നിറവേറ്റുവാനായുള്ള ഒരു വലിയ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. അതായത് നാളുകളായി നിങ്ങളിൽ നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങൾ നീങ്ങുന്ന തരത്തിലാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രൻ്റെ നക്ഷത്രമാറ്റം കാണപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മമേഖലയിൽ വളരെയധികം സമാധാനം നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാവുന്നതായി അനുഭവപ്പെടുകയും ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്നേ വരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില അംഗീകാരങ്ങൾ ആയിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഒപ്പം തന്നെ പുതിയ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അതായത് അന്നേ ദിവസം ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ഒരു വിജയം നേടുവാൻ കഴിയുകയും ഇനി നേരെ മറിച്ച് ജോലിക്ക് വേണ്ടിയുള്ള മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ മുൻപ് തന്നെ പങ്കെടുത്തിരുന്നവർക്ക് നിങ്ങളുടെ വിജയവാർത്ത കേൾക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ദിവസമായിരിക്കും ഇത്. ഇനി ഇതിൽ പ്രത്യേകം പറയേണ്ടത്, ഈ ചന്ദ്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാർ നിങ്ങളുടെ മനസ്സിൽ മാത്രമായി കൊണ്ടു നടന്നിരുന്ന ചില ആഗ്രഹങ്ങൾ പൂവണിയുകയും നിങ്ങളുടെ ജീവിതത്തിന് എന്തെന്നില്ലാത്ത ഒരു ഉണർവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച എന്നത് ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസം തന്നെയാണ്. ഇനി അടുത്തതായി ചന്ദ്രൻ്റെ രാശിമാറ്റം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരെ പറ്റി പറയുവാനാണെങ്കിൽ, ജനിച്ച അന്ന് മുതൽ ഇത്രയും കാലത്തിനുള്ളിൽ എന്തൊക്കെ തരത്തിലുള്ള ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് എന്ന് സ്വയം ചിന്തിക്കുവാൻ പോലും ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രയേറെ കണ്ണീർ കുടിക്കേണ്ടി വരികയും ഇപ്പോഴും ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കാണുന്ന ചില മീനം രാശിക്കാർക്ക് കുടുംബത്തിൽ ഒരു സമാധാനവുമില്ലാതെ എപ്പോഴും കുടുംബകലഹവും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും
അനുഭവിക്കേണ്ടി വരികയും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രതിസന്ധികളും കടബാധ്യതകൾ ദിനം പ്രതി അധികരിച്ചു വരുന്ന ദുരവസ്ഥയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഏപ്രിൽ 23 വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന ഭാഗ്യം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ദുരനുഭവങ്ങളും നിങ്ങളിൽ നിന്ന് ഇല്ലാതാകും എന്നതാണ് വാസ്തവം. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിരുന്ന ചില ദോഷങ്ങളും കാര്യതടസ്സങ്ങളുമുണ്ട്. അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും കാരണമായി കൊണ്ടിരിക്കുന്നത് ശത്രുദോഷമാണ്. ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് സ്നേഹം നടിച്ചിരുന്ന ചില വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്ക് ദോഷകരമാകുന്ന ചില ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ നിങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളിൽ പലർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവർ നിങ്ങളുടെ പതനം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പോലും ബന്ധുക്കളായതിനാൽ തന്നെ ഇതിന് പരിഹാരമായി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ചില മീനം രാശിക്കാരുള്ളത്. എന്നാൽ ഈ ചന്ദ്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്ന ഏപ്രിൽ 23 വ്യാഴാഴ്ചയോടെ മീനം രാശിക്കാരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ശത്രുദോഷങ്ങൾ ഇല്ലാതാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ഇല്ലായ്മയും തകർച്ചയും കാണുവാൻ അത്രയധികം ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ചില തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുകയും ചെയ്യും എന്ന കാര്യം നിങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളുക. ഇനി ഈ ശത്രുദോഷം നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുന്നതോടൊപ്പം തന്നെ കുറച്ചു നാളുകളായി നിങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയാതെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല പ്രശ്നങ്ങളും പരിഹാരത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വിവാഹപ്രായം കഴിഞ്ഞെങ്കിലും വിവാഹ തടസ്സം വിട്ടുമാറാതെ നിൽക്കുകയാണ്. എന്നാൽ എല്ലാ വഴികളിലൂടെയും യോജിച്ച ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ തിരയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ഏപ്രിൽ 23 വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന ഭാഗ്യം കൊണ്ട് വിവാഹ തടസ്സത്തിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവുകയും ഉടനടി തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത്, ചില പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചതിന് ശേഷം പ്രതീക്ഷിച്ച ഒരു ലാഭം നേടിയെടുക്കുവാൻ കഴിയാതെ വളരെയധികം ധനനഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മീനം രാശിക്കാരെ പറ്റിയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വരുമാന മാർഗമായി ആ ഒരു സംരംഭത്തെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും പ്രതീക്ഷിച്ച ലാഭമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ മുടക്കിയ മുതൽ പോലും തിരികെ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥ കാണുവാൻ കഴിയുകയും അതേപോലെ തന്നെ ഇരട്ടി ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള പോസിറ്റീവായ അനുഭവം ഉണ്ടാവുകയും ചെയ്യും. ഇനി അതുകൂടാതെ ചില മീനം രാശിക്കാർ നിങ്ങളുടെ ഇല്ലായ്മയിൽ പോലും മറ്റുള്ള ചില വ്യക്തികൾക്ക് കടം കൊടുക്കുകയും എന്നാൽ കൊടുത്ത നിങ്ങളുടെ മുതൽ തിരികെ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ തന്നെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൊടുത്ത മുതലെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും അവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചോദിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല. എന്നാൽ നിങ്ങളുടെ സമ്പാദ്യം ഒന്നും തന്നെ നഷ്ടപ്പെടാതെ നിങ്ങൾ കൊടുത്ത പണം, സ്വർണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ
നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു സമയത്ത് തിരികെ എത്തും. അതുകൂടാതെ മീനം രാശിക്കാർക്ക് നിയമപരമായി ചില കാര്യങ്ങളിലും ഈ ചന്ദ്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുണകരമായ തരത്തിൽ ഒരു അനുഭവം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിയമം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന തരത്തിലാണ് ഈ ഒരു സമയം കാണപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെ ഈ ഏപ്രിൽ 23 വ്യാഴാഴ്ച എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മീനം രാശിക്കാർക്ക് മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുകയും സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങളിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഇത്. ഇനി മൂന്നാമതായി ചന്ദ്രൻ്റെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ വളരെ അവിശ്വസനീയമായ ചില കാര്യങ്ങൾ ഈ ഏപ്രിൽ 23 വ്യാഴാഴ്ച സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ പലരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അതിദയനീയമായ അവസ്ഥയിലൂടെയാണ് എന്നതാണ് സത്യം. കാരണം ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലേക്കാണോ നിങ്ങൾ എത്തിപ്പെടുന്നത് അവിടെയെല്ലാം പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരികയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. മാത്രമല്ല അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന പല വ്യക്തികളും നിലവിൽ സാമ്പത്തികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ഒരു കയ്യും കണക്കുമില്ല. കാരണം നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഏതു വഴിക്കാണ് നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിലാണ് പണം നിങ്ങളുടെ കൈകളിൽ നിന്ന് പോകുന്നത്. മാത്രമല്ല ഒരാവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പണം വേണ്ടി വരുമ്പോൾ ആ സമയത്ത് മറ്റുള്ളവരോട് കടം വാങ്ങാതെ വഴിയില്ല എന്നതാണ് നിങ്ങളുടെ അവസ്ഥ. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായി കടം വാങ്ങി ഇപ്പോൾ പലരുടെയും മുഖത്ത് നോക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ദുരവസ്ഥ അനുഭവിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മികച്ച ഒരു മാറ്റം ചന്ദ്രൻ്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഉണ്ടാകുമെന്ന കാര്യം ഫലപ്രകാരം വ്യക്തമാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുവാനായി കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഒപ്പം തന്നെ ചില പുതിയ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങളിലേക്ക് വരുന്ന ധനവരവ് കൊണ്ട് പല കടബാധ്യതകളും പരിഹരിക്കുവാനും അതിലൂടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയും. ഇനി നിലവിൽ ഈ അധ്യായം കാണുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾ സ്വന്തം വീടിൻ്റെ ജപ്തിയെപ്പറ്റി ചിന്തിച്ച് വല്ലാതെ ഭയക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആകെയുള്ള മുതൽ അത് മാത്രമാണ്. എന്നാൽ അതും നഷ്ടപ്പെട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിടന്നാൽ ഉറക്കമില്ല. എന്നാൽ അത്തരത്തിൽ ഒരു ദുരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള ധനവരവ് നിങ്ങൾക്കുണ്ടാകുവാൻ പോവുകയാണ്. നിങ്ങളുടെ വീടും പുരയിടവും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല ജീവിതത്തെ അതിൻ്റേതായ താളത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു സാമ്പത്തിക വഴി നിങ്ങളുടെ ജീവിതത്തിൽ തെളിയുകയും ഒപ്പം തന്നെ കർമ്മമേഖലയിലായിരുന്നാലും മറ്റുള്ള സാമ്പത്തിക ഇടപാടുകളിലായിരുന്നാലും അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സമയത്ത് ഏറ്റവും ശുഭകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ കുട്ടികൾ വിദേശത്ത് പോയി പഠനം പൂർത്തീകരിക്കണമെന്ന ഒരു ആഗ്രഹം
മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ ആ കാര്യത്തിലും ചില തടസ്സങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിലും ഇനി നിങ്ങൾക്ക് ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സമയമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുംഭം രാശിയിലുള്ള മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ മക്കളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ഭയം നിങ്ങൾക്ക് ഇനി ആവശ്യമില്ല. ഇനി ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന എല്ലാ നേട്ടങ്ങൾക്കും പുറമെ തന്നെ കുംഭം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ഒപ്പം തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും അവിശ്വസനീയമായ നേട്ടങ്ങളാണ് ഈ ചന്ദ്രൻ്റെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.